ഞാൻ ഈ പരാതികളുടെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പരാതി, അത് പരാതിയിൽ വന്നിട്ടില്ല, വാർത്തയായിരുന്നു. എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആ കൺവെർസേഷൻ്റെ നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിൻ്റെ 5 മെസ്സേജുകൾ മുകളിലോട്ടും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എന്താണ് ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ്. ആ പുറത്തുവിട്ട് കഴിയുമ്പോൾ മനസ്സിലാകുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന അവരുടെ തന്നെ അലിഗേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ വിട്ടാൽ. അപ്പോൾ എനിക്ക് പാലക്കാട്ടൊരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റിൽ ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഞാൻ ഇവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് തന്ന പ്രൈസാണ്, നിങ്ങൾ എന്നെ അറിയാമല്ലോ, നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ, ഇതിൻ്റെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുമെന്ന് ചോദിച്ചു. അന്നേരം അവരെന്നോട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു 2 BHK മതിയോ? ഞാൻ പറഞ്ഞു പോരാ, 3 BHK വേണം. കാരണം എന്താ, ഞാൻ ലോൺ എടുത്ത് ഞാൻ എൻ്റെ പണം മുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ്, അവർ വാങ്ങി തരുന്ന ഫ്ലാറ്റല്ല. ഇനിയും അടുത്ത മെസ്സേജ്, താഴോട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പറയുന്നത്, ശരിയാ, നീ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പം 3 BHK വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത്. ആ മെസ്സേജും കൂടെ പുറത്തുവിട്ട് കഴിഞ്ഞുള്ള കുഴപ്പം, പിന്നെ ഈ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കില്ല, ഫ്ലാറ്റ് വാങ്ങണം എന്നുള്ള ആരോപണം നിലനിൽക്കില്ല. ഇനി മൂന്നാമത്തെ പരാതിക്കാരി, എനിക്ക് പണം ഞാൻ ആവശ്യപ്പെട്ടു, ഞാൻ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഷൂ വാങ്ങാൻ പറഞ്ഞു, സൺസ്ക്രീൻ, ലോഷൻ, അത് പരാതിക്കാരി ആയതുകൊണ്ട് ഞാൻ അങ്ങേ കാണിക്കുന്നത് പോലും നിയമപരമായി ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് കാണിക്കാത്ത, ആ ചാറ്റ് മാത്രം കാണിക്കാത്ത. സാമ്പത്തിക ദോഷം നടത്തി പറയട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു. ചെരുപ്പിൻ്റെ കാര്യം സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ്. അവരെനിക്കൊരു ചെരുപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നു, ഇത് നിനക്ക് നന്നായി ചേരും എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഏതാണ്? അപ്പോൾ പറഞ്ഞു ബർക്കിൻ സ്റ്റോക്കാണ്. അപ്പം എന്നിട്ട് എന്നോട് അവർ തന്നെ പറയുകയാണ് അത് അവിടെ അവൈലബിൾ അല്ല. ആ സംഭാഷണം അവിടെ സൗഹാർദ്ദപരമായിട്ട് അവസാനിച്ചു. ഞാൻ അവരോട് പിന്നൊരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു, നീ എന്ന് അയച്ചെന്ന ആ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അവരാ ലിങ്ക് അയച്ചു തന്നു. ഞാൻ ആ ചെരുപ്പ് വാങ്ങുകയും ചെയ്തു. എന്തൊരാരോപണമാണ് ഉന്നയിച്ചത്, അതും ഈ യാഥാർത്ഥ്യമായിട്ട് എന്താ ബന്ധമുള്ളത്? രാഹുൽ, ഞാൻ പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. സാമ്പത്തിക ചൂഷണത്തെ പറ്റി അങ്ങ് ചോദിച്ചു. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിജിറ്റലാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ, ഒരുപാട് രൂപ വേണ്ട, 1 രൂപയെങ്കിലും ആവശ്യപ്പെടുത്തിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് പുറത്തുവിടാനുണ്ടോ?